ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തേൻ മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളവിടെ തേനുണ്ടാകുന്ന പറയാം, നിങ്ങളവിടെ എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ദോശമാവാണ് എടുത്തത്. ഇത് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പറ്റിയ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തെടുത്തത്. ഇനി ഇതിന് കളറിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഓറഞ്ച് ഫുഡ് കളറാണ് ആഡ് ചെയ്തെടുത്തത്. ഇനി കളർ ആഡ് ചെയ്യേണ്ടെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ തിളച്ച് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ആ സമയം നമ്മൾ തേൻ മിഠായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ബാറ്ററിൽ എണ്ണയിലേക്ക് ഇതേപോലെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കൈക്കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ അതേപോലെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ വീതം, ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ വീതമായിട്ടുള്ള ചെറിയ ബോൾസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒഴിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് മറിച്ചെടുത്തിട്ട് ഇതേപോലെ കളർ മാറുന്നതിന് മുന്നേ ഇതേപോലെ കോരിയെടുക്കണം. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ബോൾസാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഓയിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം വേണം കേട്ടോ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ തന്നെ കുറച്ച് വലിയ ബോൾസായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ബാറ്ററും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് തിളച്ച ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചൂടോട് കൂടിയുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണ്ടിട്ട് ഇത് ആഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള തേൻ മിഠായി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എണ്ണ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വാർത്തെടുത്ത ശേഷം വേണ്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. നമ്മളെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു കപ്പിൽ നിന്ന് ഇപ്പോൾ എത്രയും ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ കുറച്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള തേനൂറും പാൽനിലാവ് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം കുറച്ച് സമയം അടച്ച് വെച്ചാൽ മതി. ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കൊരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനത് തുറന്ന് നോക്കിയത്. അപ്പോഴേക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ അതിൽ നന്നായിട്ടൊന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ ബാറ്ററൊക്കെ ബാക്കി ഉണ്ടാകുമ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അധികം പുളിപ്പില്ലാത്തതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദോശ ഇഡ്ഡലിൻ്റെയൊക്കെ മാവ് അധികം പുളിച്ച മാവല്ലാതെ ഒരു പാകത്തിനുള്ള മാവായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു തേനുണ്ടയാണ് ഇട്ടത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുവരെ പ്രീവിയസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊന്ന് കണ്ടു നോക്കുക. അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.